ഇവിടെ തന്നെ ചേതന തീർത്ഥഹള്ളി എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമൊക്കെയായ അവര് RSS നിലപാടിന് കീഴടങ്ങുന്നില്ല എന്ന് വന്നപ്പോൾ ആ ഭീഷണി വകവെക്കാതെ DYFIയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന് വന്നപ്പോൾ കൂടുതൽ ഭീഷണി ഉയർന്നു. അവർക്ക് നേരെ ഉയർന്ന ഭീഷണി ആസിഡ് ഒഴിച്ചു കളയും, തന്നെ ബലാത്സംഗം ചെയ്തു കളയും എന്നെല്ലാമുള്ള അത്യന്തം ഹീനമായ തരത്തിലുള്ള ഭീഷണിയാണ് സംഘപരിവാറുകാർ ആ സ്ത്രീക്കെതിരെ ഉയർത്തിയത്. നമ്മുടെ പെരുമാൾ മുരുകൻ എന്ന ദളിത് സാഹിത്യകാരൻ, അദ്ദേഹത്തിന് നേരെ ഉണ്ടായ അതിക്രമം, തന്നിലെ എഴുത്തുകാരൻ മരണപ്പെട്ടുപോയി എന്ന് പറയാൻ നിർബന്ധിതമായ അവസ്ഥ, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കർണാടകയിൽ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ನಮ್ಮ ಕರ್ನಾಟಕದಲ್ಲೇ ಭಗವಾನ್ ಅವರ ಮೇಲೆ ಅವರು ಸವಾಲನ್ನು ಒಡ್ಡಿದ್ದಾರೆ. ಜ್ಞಾನಪೀಠ ಚೇತರಾದಂಥ ಗಿರೀಶ್ ಕರ್ನಾಡ್ ಮೇಲೆ ಅವರು ಸವಾಲೊಡ್ಡಿ ಅವರಿಗೆ ಉಪದ್ರವ ಕೊಟ್ಟಿದ್ದಾರೆ. ಉಚ್ಚಂಗಿ ಪ್ರಸಾದ್ ಅಂತ ಹೇಳುವಂಥ ಯುವ ಕವಿ ಅವರು ನೀವು ಈ ರೀತಿಯಲ್ಲಿ ಕವಿತೆ ಬರೆಯೋದಿದ್ರೆ ಅಂತ ಹೇಳಿದರೆ ಅವರ ಕೈಗೆ ಕತ್ತಿ ಹಾಕಿದ್ದಾರೆ. ಇನ್ನು ಕವಿತೆ ಬರೆಯೋದಿದ್ರೆ ಬೆರಳನ್ನು ಕತ್ತರಿಸ್ತೇವೆ ಎಂದೇಳಿ ಹೇಳಿದ್ದಾರೆ. ನಮ್ಮಲ್ಲಿರುವಂಥ ಒಂದು ಮಹಿಳಾ ಬರಹಗಾರ್ತಿ ಕವಯಿತ್ರಿ ಚೇತನಾ ತೀರ್ಥಹಳ್ಳಿ ಅವರು ಇಂದ ಒಂದು ಯಾವುದೇ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳುವವರಿದ್ರೆ ನಿಮ್ಮ ಮೇಲೆ ನಾವು ಆಸಿಡ್ ಹಾಕ್ತೇವೆ, ಅತ್ಯಾಚಾರ ಮಾಡ್ತೇವೆ ಎಂದು ಹೇಳಿದ್ದಾರೆ. ತಮಿಳುನಾಡಿನ ಇದು ಮುರುಗನ್ ಅವರ ಮೇಲೆ ಅವರು ಬರೀಬಾರದು ಅಂತೇಳಿ ದಾಳಿ ನಡೆಸಿ ಕೊನೆಗೆ ಮುರುಗನ್ ನನ್ನ ಬರಹಗಾರ ಮುರುಗನ್ ಸತ್ತಿದೆ ಅಂತ ಹೇಳಿ ಘೋಷಿಸುವಂಥ ಪರಿಸ್ಥಿತಿ ಆಗಿದೆ. ಈ ರೀತಿಯಲ್ಲಿ 8 ಜನರನ್ನಾದರೂ ನಮಗೆ ಕಾಣಬಹುದು. ಅವರಿಗೆ ಯಾವುದೇ ತಾಳ್ಮೆ ಇಲ್ಲ ಅಂತ ಹೇಳುವಂಥದಕ್ಕೆ ಅದಕ್ಕೆ ಉತ್ತಮ ಒಂದು ಸಾಬೀತಾಗತ್ತೆ ಈ ಒಂದು ಹೆಸರುಗಳಿಂದ. സർവാദരണീയനായ UR അനന്തമൂർത്തി അദ്ദേഹം മരണശയ്യയിൽ കിടക്കുന്നു. അപ്പോഴാണ് RSSന്റെ ശരിയായ വിഷം ചീറ്റാനുള്ള സന്ദർഭമായി അവർ തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്കുള്ള ഒരു വിമാന ടിക്കറ്റ് അയച്ചു കൊടുക്കുകയായിരുന്നു. ഇവിടെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞുവിടാൻ, പല പ്രതിഭകളെയും പറഞ്ഞുവിടാൻ RSSന് വലിയ നിർബന്ധമാണ്. നമ്മുടെ സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒട്ടേറെ പേരെ, ഷാരൂഖ് ഖാനെ പോലുള്ള, അമീർ ഖാനെ പോലുള്ള പ്രസിദ്ധരായ നടന്മാരെ പാകിസ്ഥാനിലേക്ക് അയക്കാനാണ് താല്പര്യം RSS. കേരളത്തിലെ ജ്ഞാനപീഠം ജേതാവും പത്മഭൂഷണുമൊക്കെയായ MT വാസുദേവൻ നായർ, അദ്ദേഹം നോട്ട് നിരോധനം വന്നപ്പോൾ ജനങ്ങൾക്ക് ഏർപ്പെട്ട കഷ്ടപ്പാടിനെ കുറിച്ചൊന്ന് പറഞ്ഞുപോയി. ഉടനെ അദ്ദേഹത്തെയും RSSന് സംഘപരിവാറിന് പാകിസ്ഥാനിലേക്ക് അയക്കണം. അവിടെ വലിയൊരു സിനിമാ സംവിധായകൻ കമലുണ്ട്. കമലിനെ RSSന് പാകിസ്ഥാനിലേക്ക് അയക്കണം. നന്ദിതാദാസിനെയും പാകിസ്ഥാനിലേക്ക് അയക്കണം. എന്താണിത്? നമ്മുടെ രാജ്യത്തെ പ്രതിഭകളാകെ RSSന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കിടക്കണം പോലും, RSSന് കീഴ്പ്പെട്ട് നിൽക്കണം പോലും, സ്വതന്ത്രമായി ചിന്തിക്കാൻ പാടില്ല, സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ, RSSന്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായാൽ അവരെയൊന്നും ഈ രാജ്യത്ത് വെച്ച് പൊറുപ്പിക്കില്ല എന്ന നിലപാടാണ് RSS സ്വീകരിക്കുന്നത്. RSSനോട് ഒന്ന് മാത്രമേ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ശക്തിക്കൊന്നിച്ചു പറയാനുള്ളൂ: ഈ രാജ്യം എല്ലാവരുടേതുമാണ്.
RSSന് പ്രത്യേകമായ ഒരു അവകാശവുമില്ല. ഇവിടെ ജീവിക്കാനും സ്വതന്ത്രമായി അഭിപ്രായം പറയാനും തങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാനും എല്ലാം ഇവിടെ ജീവിക്കുന്ന ഓരോ ആൾക്കും അവകാശമുണ്ടായിരിക്കും. RSSന്റെ അസഹിഷ്ണുതക്കെതിരെ ശക്തമായ നിലപാട് മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. RSSನವರು ನಮ್ಮ ಕರ್ನಾಟಕ ರಾಜ್ಯದ ಅಗತಿ ದೊಡ್ಡ ಬರಹಗಾರರಾದಂಥ ಯು ಆರ್ ಅನಂತಮೂರ್ತಿಯವರು ಈಗ ತಾನೇ ಇನ್ನ ಪ್ರಾಣ ಉಳಿಯಲ್ಲ ಅಂತ ಹೇಳುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ಅವರಿಗೆ RSSನ ಮಾತುಗಳು ಒಪ್ಪಿಗೆ ಇಲ್ಲ ಅಂತ ಹೇಳುವಂಥ ಒಂದು ಕಾರಣಕ್ಕೆ ಅವರನ್ನ ಪಾಕಿಸ್ತಾನಕ್ಕೆ ಒಂದು ಟಿಕೆಟನ್ನು ಕಳಿಸ್ಕೊಟ್ಟಿದ್ದಾರೆ. ಆ ರೀತಿ ಭಾರತ ದೇಶದ ಒಬ್ಬೊಬ್ಬರು ಶಾರುಖ್ ಖಾನ್, ಆಮೀರ್ ಖಾನ್ ಇವರೆಲ್ಲವೂ ಪಾಕಿಸ್ತಾನಕ್ಕೆ ಹೋಗಲಿ ಅಂತೇಳಿ ಹೇಳ್ತಾರೆ. ಕೇರಳದಲ್ಲಿ ಒಂದು ದೊಡ್ಡ ಬರಹಗಾರರಿದ್ದಾರೆ, ಜ್ಞಾನಪೀಠ ಮತ್ತು ಪದ್ಮಶ್ರೀ ಇವೆಲ್ಲ ಸಿಕ್ಕಿದಂಥವರು MT ವಾಸುದೇವನ್ ನಾಯರ್. ಅವರು ಈ ನೋಟ್ ಬಂದಾಗ ಅವರೇನೋ ಒಂದು RSSನ್ನು ಟೀಕೆ ಮಾಡಿ ಹೇಳಿದೆ ಅಂತ ಹೇಳುವ ಕಾರಣದಿಂದ ಅವರು ಪಾಕಿಸ್ತಾನಕ್ಕೆ ಹೋಗಬೇಕು ಅಂತೇಳಿ ಹೇಳಿದ್ದಾರೆ. ಕಮಲ್ ಅಂತ ಹೇಳುವಂಥ ಈ ಸಿನಿಮಾ ಸಂವಿಧಾನ ಮಾಡುವವರು ಅವರು ಇಲ್ಲಿಗೆ ಇರಬಾರದು ಅಂದೇಳಿ ಪಾಕಿಸ್ತಾನಕ್ಕೆ ಹೋಗಬೇಕು ಅಂತೇಳಿ ಹೇಳ್ತಿದ್ದಾರೆ. ಅಂದರೆ ಯಾವ ರೀತಿಯಲ್ಲಿ RSSನ ಮಾತ್ರವಾದಂಥ ಒಂದು ರಾಷ್ಟ್ರನ ಭಾರತ ಅಂತೇಳಿ ಕೇಳಬೇಕಾಗತ್ತೆ. ಭಾರತದಲ್ಲಿ ವಾಸವಿರುವ ಪ್ರತಿಯೊಬ್ಬ ಪ್ರಜೆಯ ದೇಶ ಇದು. ಭಾರತದಲ್ಲಿ ವಾಸವಿರುವಂಥ ಪ್ರತಿಯೊಬ್ಬ ಪ್ರಜೆಯ ಹಕ್ಕನ್ನು ಕಾಪಾಡಲಿಕ್ಕೆ ಒಂದು ಧರ್ಮ ನಿರಪೇಕ್ಷತೆಯನ್ನು ನಂಬುವಂಥ ಇಂಟಾಲರೆನ್ಸ್ಗೆ ವಿರೋಧವಾಗುವಂಥ ಎಲ್ಲ ಶಕ್ತಿಗಳು ಒಟ್ಟುಗೂಡಿ ಹೇಳಬೇಕಾಗತ್ತೆ, ಇದು RSSನ ಸ್ವತ್ತೇನು ಅಲ್ಲ ಭಾರತ ದೇಶ, ಈ ಭಾರತ ದೇಶ ನಮ್ಮೆಲ್ಲರ സ്വത്ത് ಅಂದೇಳಿ ಹೇಳಬೇಕಾಗತ್ತೆ. RSS ന്യൂനപക്ഷങ്ങളെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി സ്വീകരിച്ചുള്ള നിലപാടുകൾ ഏറ്റവും ഒടുവിൽ എന്ത് ഭക്ഷിക്കണം എന്നടക്കം തീരുമാനിക്കുന്ന രീതിയിലേക്ക് എത്തി. അതാണ് ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ അഗ്ലാഖ് എന്ന ഗൃഹനാഥനെ തല്ലിക്കൊല്ലുന്നതിലേക്ക് എത്തിച്ചത്. നിരപരാധിയായ ഒരു മനുഷ്യനെ ഞങ്ങൾക്കെതിരാണ്, കാരണം നിങ്ങൾ ന്യൂനപക്ഷത്തിൽപ്പെട്ടയാളാണ്. തല്ലിക്കൊല്ലാൻ ഭക്ഷണത്തിൻ്റെ ഒരു പേര് ഉപയോഗിച്ചു എന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ഇറച്ചി അത് ആടിൻ്റെ ഇറച്ചിയായിരുന്നുവെന്ന് പിന്നീട് പരിശോധനയിൽ തെളിയുകയും ചെയ്തു. ഇത് ന്യൂനപക്ഷത്തിന് നേരെ സ്വീകരിച്ചപ്പോൾ തന്നെ ഗുജറാത്തിലെ ഉനയിൽ 4 ദളിത് യുവാക്കളെ നഗ്നരാക്കി കാറിൽ കെട്ടി മർദ്ദിക്കുന്ന കാഴ്ച ഈ രാജ്യവും ലോകവും കണ്ടു. അവര് പശുവിൻ്റെ തോലുരിയണമെന്നും തങ്ങളുടെ കക്കൂസ് കഴുകണമെന്നും വൃത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മർദ്ദനം. നിങ്ങൾക്ക് ഇന്ന ജോലി മാത്രമേ ചെയ്യാൻ അവകാശമുള്ളൂ. പഴയ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ അതേ രീതി ദളിതർക്ക് നേരെ പ്രയോഗിക്കാനാണ് സംഘപരിവാർ തയ്യാറായത്. ഇതിൻ്റെ തന്നെ മറ്റൊരു പതിപ്പാണ് ഹരിയാനയിലെ മേഘാത്ത് കാണാൻ കഴിഞ്ഞത്. അവിടെ ഒരു പാവപ്പെട്ട വൃദ്ധ കർഷകൻ, ആ കർഷകൻ്റെ മകനും ഭാര്യയും RSSകാരാൽ കൊല ചെയ്യപ്പെട്ടു. ഓടിയൊളിച്ച 2 കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ അവരെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഴുത്തിന് കത്തിവെച്ചുകൊണ്ട് തിരിച്ചു വിളിച്ചു. വന്നില്ലെങ്കിൽ ഇവരുടെ കഴുത്തറക്കുമെന്ന് പറഞ്ഞു.
എന്നിട്ട് അവരെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. ആ കുടുംബത്തിലുള്ള മറ്റെല്ലാവരെയും ക്രൂരമായി പീഡിപ്പിച്ചു. ഇതാണ് RSS നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നു, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഈ സംസ്ഥാനങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ബീഫിന്റെ പേരിൽ സംഘപരിവാർ ಅಳಿಚುಬಿಟ್ಟದು. RSSನವರು ಮನುಷ್ಯ ಏನ್ ತಿನ್ನಬೇಕು ಅಂದ ಅವರು ಹೇಳದ್ದು ತಿನ್ನಬಾರದು ಅಂತ ಹೇಳಿದನ್ನ ತಿಂದರೆ ಏನಾಗತ್ತೆ ಅಂತ ಹೇಳುವಂಥದ್ದು UPಯ ದಾದ್ರಿಯಲ್ಲಿ ತೋರ್ತದೆ. ಅಲ್ಲಿರುವಂಥ ಒಬ್ಬ ಮನುಷ್ಯನನ್ನ ಅವರು ಗೋಮಾಂಸ ತಿಂದಿದೆ ಅಂತ ಹೇಳಿ ಹೊಡೆದು ಸಾಯಿಸಿದ್ದಾರೆ. ಅವರ ಮನೆಯಲ್ಲಿದ್ದಂಥ ಮಾಂಸವನ್ನು ತೆಗೆದುಕೊಂಡು ಹೋಗಿ ಆಮೇಲೆ ಲ್ಯಾಬ್ ಟೆಸ್ಟ್ ಮಾಡಿದಾಗ ಅದು ಗೋಮಾಂಸ ಅಲ್ಲ, ಅದು ಮಟನ್, ಏನದು ಕನ್ನಡ, ಕುರಿ ಮಾಂಸ ಅಂತ ಹೇಳುವಂಥದ್ದನ್ನು ಅದು ಗೊತ್ತಾಗಿದೆ. ಆದರೆ ಇವರ ಪ್ರಾಣ ಹೋಗಿತ್ತು. ಅವ ಅಲ್ಪಸಂಖ್ಯಾತ ಮನುಷ್ಯ, ಅಲ್ಪಸಂಖ್ಯಾತನ ಕೊಲೆ ಮಾಡಬೇಕಾದರೆ ಈ ಆಹಾರದ ವಿಷಯ ಹೇಳಿಕೊಂಡು ಕೊಲೆ ಮಾಡಿದ್ದು. ಗುಜರಾತಿನ ಉನಾಯ್ ಗ್ರಾಮದಲ್ಲಿ ಏನಾಗಿದೆ, ಅಲ್ಲಿ 4 ದಲಿತ ಯುವಕರನ್ನ ಕಾರಿಗೆ ಹಗ್ಗ ಕಟ್ಟಿ ಎಳೆದು ಬೆತ್ತಲೆ ಮಾಡಿ ಅವರು ಇದರದ ಸಾವಪ್ಪಿದ ದನದ ಚರ್ಮವನ್ನು ಸುಲಿಬೇಕು, ಅದನ್ನು ಇವರಿಗಾಗಿ ಆ ಕೆಲಸ ಮಾಡಬೇಕು ಮತ್ತು ಅವರ ಕಕ್ಕಸನ್ನು ತೊಳಿಬೇಕು. ಇದು ಹಿಂದೂ ಸಂಸ್ಕೃತಿಯಲ್ಲಿ ಚಾತುರ್ವರ್ಣ್ಯ ವ್ಯವಸ್ಥೆಯಲ್ಲಿ ಮಾಡಿದೆ, ಇದನ್ನು ನೀವು ಮಾಡದಿದ್ದರೆ ನಿಮ್ಮನ್ನು ಬಿಡಲ್ಲ ಅಂತೇಳಿ ಹೊಡೆದದ್ದು ಅದು ಇವತ್ತು ಭಾರತ ಪ್ರಸಿದ್ಧವಾಗಿದೆ. ಹರಿಯಾಣದ ಒಂದು ಗ್ರಾಮದಲ್ಲಿ ಅವರನ್ನು ದಾಳಿ ಮಾಡಿ ಕೊನೆಗೆ ಅವರು ಇಬ್ಬರನ್ನ ಕೊಂದು ಇಬ್ಬರು ಹೆಣ್ಮಕ್ಕಳನ್ನ ಅವರನ್ನ ಆಚೆ ಕರೆದು ಅವ್ರಿಗೆ ಬರದೇ ಇದ್ದಾಗ ಸಣ್ಣ ಮಕ್ಕಳ ಕುತ್ತಿಗೆಗೆ ಚಾಕು ತೋರಿಸಿ ಇವನ್ನ ಕುಯ್ತೀವಿ ಅಂತ ಹೇಳಿ ಈ ಹೆಣ್ಮಕ್ಕಳನ್ನ ಅವರು ಅತ್ಯಾಚಾರ ಮಾಡಿದ್ದಾರೆ ಎಲ್ಲರೂ ಸೇರಿಕೊಂಡು. ಇಂಥ ಘಟನೆಗಳು ಪಂಜಾಬಲ್ಲಿ ನಡೆದಿದೆ, ಜಾರ್ಖಂಡಲ್ಲಿ ನಡೆದಿದೆ, ಜಮ್ಮು ಕಾಶ್ಮೀರದಲ್ಲಿ ನಡೆದಿದೆ. ಈ ರೀತಿಯಲ್ಲಿ ಇಡೀ ಭಾರತ ದೇಶವನ್ನೇ ಅವರು ಹೇಳುವಂಥದನ್ನು ಕೇಳದೇ ಇದ್ದರೆ ಬಿಡಲ್ಲ ಅಂತ ಹೇಳುವಂಥ ರೀತಿಯಲ್ಲಿ ತಗೊಂಡು ಹೋಗುತ್ತದೆ RSSನ ಇವತ್ತಿನ ಸಾಧನೆ ಅಂತ ಹೇಳಿ ನಾವು ಗುರುತಿಸಿಕೊಳ್ಬೇಕು. സംഘപരിവാറുകാരെ തന്നെ കൊല്ലുന്ന കാഴ്ചയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളിൽ സംഭവിച്ചിട്ടുള്ള കൊലപാതകങ്ങളെക്കുറിച്ച് അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതായിട്ടില്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 19 ഞായറാഴ്ച പുലർച്ചെ പ്രതാപ് പൂജാരി, ആരാണ് പ്രതാപ് പൂജാരി? ഹിന്ദു ജാഗരൺ വേദി പ്രവർത്തകൻ, ഇന്നിവിടെ ഹർത്താൽ നടത്തിയവരുടെ നേതാവ്. ആ പ്രതാപ് പൂജാരിയാണ് കൊല ചെയ്യപ്പെട്ടത്. കട്ടീൽ ക്ഷേത്രത്തിൽ യക്ഷഗാനം അവതരിപ്പിക്കാനാണ് അദ്ദേഹം എത്തിയിരുന്നത്. ആ കട്ടീൽ ക്ഷേത്രത്തിലെ യക്ഷഗാനം അവതരിപ്പിക്കാൻ എത്തിയ സംഘത്തിൻ്റെ പണം മോഷ്ടിച്ച സംഘമുണ്ട്. ആ വിവരം പുറത്തറിയാതിരിക്കാനാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നാണ് അറിയുന്നത്. അതേപോലെ തന്നെ വിനായക ബാലികെ, അദ്ദേഹം BJPക്കാരനാണ്. അമ്പലത്തിൽ പോകുമ്പോൾ ബൈക്ക് തടഞ്ഞു നിർത്തിയാണ് കൊന്നത്. 1-ാം പ്രതി നമോ ബ്രിഗേഡ് സ്ഥാപകൻ നരേഷ് ഷെണായി. ഈ ഷെണായിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. ഈ കേസിലാണ് MP നളിൻ കുമാർ കട്ടീലും ആരോപണ വിധേയനായി നിൽക്കുന്നത്. ഉടുപ്പിയിൽ കന്നുകാലികളെ കടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട്
കൊല ചെയ്യപ്പെട്ട പ്രവീൺ പൂജാരി, ആ പ്രവീൺ പൂജാരിയും ഒരു BJP പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെയും സംഘപരിവാറുകാർ തല്ലിക്കൊല്ലുകയായിരുന്നു. ഇങ്ങനെ സംഘപരിവാറുകാരെ തന്നെ കൊല്ലുന്ന കാഴ്ചയാണ് നിങ്ങൾക്കിവിടെ കാണേണ്ടി വരുന്നത്. ಈ ಕರಾವಳಿ ಪ್ರದೇಶದಲ್ಲಿ ಸಂಘ ಪರಿವಾರದವರು ಒಬ್ಬೊಬ್ಬರನ್ನ ಕೊಲೆ ಮಾಡುವಂಥದ್ದನ್ನೇ ಕಾಣ್ತೇವೆ. ನಿಮಗೆ ಅದೆಲ್ಲ ತಿಳಿದದ್ದು ನಾನು ಹೇಳಬೇಕಿಲ್ಲ. ಆದರೆ ನನಗೆ ತಿಳಿದದ್ದು ಫೆಬ್ರವರಿ 19ನೇ ತಾರೀಕು ಪ್ರತಾಪ್ ಪೂಜಾರಿ ಎಂದು ಹೇಳುವಂಥವರನ್ನ ಅವರು ಕೊಲೆ ಮಾಡಿದ್ದಾರೆ. ಇವತ್ತು ಯಾರು ಇವತ್ತಿಲ್ಲಿ ಬಂದೆಲ್ಲ ಮಾಡಬೇಕು ಅಂತೇಳಿ ಹೇಳಿದ್ದಾರೆ ಅದರ ನೇತಾರರು. ಅವರು ಕಟೀಲ್ ಕ್ಷೇತ್ರದಲ್ಲಿ ಯಕ್ಷಗಾನಕ್ಕೆ ಹೋದವರು. ಆದರೆ ಅಲ್ಲಿಗೆ ಹೋಗುವಾಗ ಆ ಕ್ಷೇತ್ರದ ಏನು ಹಣಕಾಸಿನ ಅವ್ಯವಹಾರ ಆಗಿದೆ ಅಂತೇಳಿ ತಿಳಿದು ಬಂದದ್ದು ಇವರನ್ನು ಕೊಲೆ ಮಾಡುವಂಥದ್ದಕ್ಕೆ ಎಡೆ ಕೊಟ್ಟಿದೆ ಎಂದು ಹೇಳುವಂಥದ್ದು ನಾವು ಕಾಣುತ್ತೇವೆ. ಇನ್ನೊಂದು ಇವರದು ಬಾಲಿಗೆ ಅವರ ಕೊಲೆ. ಆ ಬಾಲಿಗೆ ಅವರು ದೇವಸ್ಥಾನಕ್ಕೆ ಸ್ಕೂಟ್ರಲ್ಲಿ ಹೋಗ್ತಿರುವಾಗಲೇ ಅವರನ್ನ ಕೊಲೆ ಮಾಡಿದ್ದಾರೆ. ನಮೋ ಬ್ರಿಗೇಡನ್ನು ಉಂಟು ಮಾಡಿದಂಥ ಶೆಣಾಯಿ ಅವರು ಅದರಲ್ಲಿ ಮುಖ್ಯ ಆಪಾದಿತರಾಗಿದ್ದಾರೆ. ಅದೇ ವಿಷಯದಲ್ಲಿ ನವೀನ್ ಕುಮಾರ್ ಕಟೀಲ್ ಮೇಲೆ ಸಮೇತ ಆಪಾದನೆ ಇದೆ ಎಂದು ಹೇಳುವಂಥದ್ದು ಕಾಣ್ತದೆ. ಕುಂದಾಪುರದಲ್ಲಿ ಅಲ್ಲಿ ಒಂದು ದನ ಸಾಗಿಸುವಾಗ ಅಂದ ಹೇಳಿ ಒಬ್ಬ BJPಯವರನ್ನ ಆ ಮನುಷ್ಯನನ್ನೇ ಅವರು ಕೊಂದಿದ್ದಾರೆ. ಆ ರೀತಿಯಲ್ಲಿ ಈ ಕರಾವಳಿ ಪ್ರದೇಶದಲ್ಲಿ ಈ ನಮೋ ಬ್ರಿಗೇಡ್ನವರು ಆ ರೀತಿಯಲ್ಲಿರುವಂಥ ವಿಶ್ವ ಹಿಂದೂ ಪರಿಷತ್ತಿನವರು ಸಂಘ ಪರಿವಾರದವರು ಒಬ್ಬರಿಗೊಬ್ಬರನ್ನ ಕೊಲೆ ಮಾಡುವಂಥ ആ പ്രവൃത്തിയെന്നെ ನೀವು കാണുತ್ತಿರುವಂಥದ್ದು. കേരളത്തെക്കുറിച്ച് നിങ്ങൾക്കേവർക്കും അറിയാവുന്നതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന പ്രസ്ഥാനം, അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. ശ്രീനാരായണ ഗുരു ഇവിടെയും വന്ന കാര്യം നേരത്തെ എന്നോട് ചില സഖാക്കൾ പറയുകയുണ്ടായി, ഇവിടെ വന്ന് സംസാരിച്ച കാര്യം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി കേരളത്തിന് നേടാൻ കഴിഞ്ഞത് ശക്തമായ മതനിരപേക്ഷ സമൂഹമാണ്. അവിടെയാണ് RSS അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ പുറപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമെന്ന നിലക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ CPIM-നെ ഏറ്റവും പ്രധാന ശത്രുവായി കണ്ടുകൊണ്ട് അതിനെ ആക്രമിച്ച് വകവരുത്തിയാൽ തങ്ങളുടെ വർഗീയത ശരിയായ രൂപത്തിൽ ഇവിടെ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ സ്വാധീനമുറപ്പിക്കുന്നതിന് വഴി തുറക്കും എന്ന ചിന്തയാണ് RSSനെ നയിച്ചത്. അങ്ങനെയാണ് അവിടെ RSSന്റെ ആക്രമണങ്ങൾ ആരംഭിച്ചത്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 600ഓളം സഖാക്കൾ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നൊരു നാടാണ് കേരളം. അവിടെ RSSകാരുടെ കയ്യാൽ കൊല ചെയ്യപ്പെടേണ്ടി വന്നത് 205 സഖാക്കളാണ്. ഇവരൊന്നും ഒരു തെറ്റും ചെയ്തവരല്ല. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ ഭാഗമായി വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചു. അതിനോടുള്ള അസഹിഷ്ണുത, ആ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തും പോരാടാൻ തയ്യാറായി നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ സഖാക്കളെ വകവരുത്തി ആ പ്രസ്ഥാനത്തെ ക്ഷീണിപ്പിക്കാൻ കഴിയുമോ എന്ന പരിശ്രമം, ഇതാണ് കേരളത്തിൽ RSS തുടർച്ചയായി നടത്തുന്നത്. RSS ಕೇರಳದಲ್ಲಿ ಏನು ಮಾಡ್ತಿದೆ ಅಂತ ಹೇಳುವಂಥದ್ದು ತಿಳಿದ ವಿಷಯ. ಆದರೂ ನಾವು ಮೂಲತಃ ತಿಳ್ಕೊಳ್ಬೇಕು, ಕೇರಳದಲ್ಲಿ ಒಂದು ಧರ್ಮ ಸುಧಾರಣೆಯ ದೊಡ್ಡ ಒಂದು ಕೊಡುಗೆಯನ್ನು ಕೊಟ್ಟದ್ದು ಶ್ರೀನಾರಾಯಣ ಗುರು. ಅವರು ಕರಾವಳಿ ಪ್ರದೇಶಕ್ಕೆ ಸಮೇತ ಬಂದಿದೆ ಅಂತೇಳಿ ಇಲ್ಲಿ ಅವರ ಸಾಧನೆ ಇದೆ ಅಂತೇಳಿ ನನಗೆ ಇಲ್ಲಿಗಿನ ಗೆಳೆಯರು ನನಗೆ ತಿಳಿಸಿದರು. ಶ್ರೀನಾರಾಯಣ ಗುರುವಿನ ಸಾಧನೆ ಏನಿದೆ ಅಂತ ಹೇಳಿದರೆ ಒಂದು ಜಾತ್ಯತೀತತೆಯನ್ನು, ಅಂದರೆ ಧರ್ಮ ನಿರಪೇಕ್ಷತೆಯನ್ನು ಅಲ್ಲಿಗೆ ತರಲಿಕ್ಕೆ ಕೇರಳದಲ್ಲಿ ಸಾಧ್ಯವಾಗಿದೆ. ಅದನ್ನು ಒಡೆಯದೆ
ಅವರಿಗೆ RSSನ ತಂತ್ರವನ್ನು RSSನ ಸಂಸ್ಥೆಯನ್ನು ಅಲ್ಲಿ ಬೆಳೆಸೋಕ್ಕಾಗಲ್ಲ ಅಂತ ಹೇಳುವಂಥದ್ದು ಅವರು ಸತತವಾಗಿ ಅಲ್ಲಿಗೆ ಪ್ರಯತ್ನ ಪಟ್ಟಿದ್ದಾರೆ. ನಮ್ಮ ಕೇರಳದಲ್ಲಿ ಇರುವಂಥ ನಮ್ಮ ಕಮ್ಯುನಿಸ್ಟರಲ್ಲಿ 600 ಜನ ಹುತಾತ್ಮರಾಗಿದ್ದಾರೆ. ಆ 600 ಜನ ಹುತಾತ್ಮರಾದದರಲ್ಲಿ 205 ಜನ ಹುತಾತ್ಮರಾದದು RSSನವರ ಕೈಯಿಂದಾನೆ. ಈ ರೀತಿಯಲ್ಲಿ ಅವರನ್ನ ಕೊಲೆ ಮಾಡುವಾಗ ಅವರು ಯಾವ ಒಂದು ಇದಕ್ಕಾಗಿ ಧ್ಯೇಯಕ್ಕಾಗಿ ಅವರು ನಿಂತಿದ್ದಾರೆ. ಅದಕ್ಕೆ ನಾವು ಈ RSSನವರು ಇವತ್ತಾದರೂ ಮುಂದುವರಿಸುವಂಥ ಒಂದು ಇದೇನಿದೆ, ಈ ಧರ್ಮನಿರಪೇಕ್ಷತೆಯನ್ನು ಇಲ್ಲದೇ ಮಾಡಬೇಕು, ಜನರನ್ನು ಒಡೆದಾಳಬೇಕು. ಹಾಗಿದ್ದರೆ ಮಾತ್ರ ಅವರ ಇದನ್ನು ಬೆಳೆಸ್ಬೋದು ಅಂತ ಹೇಳೋದಕ್ಕೆ ಕಮ್ಯುನಿಸ್ಟ್ ಪಾರ್ಟಿ ಅದಕ್ಕೆ ನೇರವಾಗಿ ವಿರೋಧ ಬರುವ ಕಾರಣದಿಂದ ನಮ್ಮ ಮೇಲೆ ಈ ದಾಳಿ ನಡೀತಾ ಇದೆ. നിങ്ങൾ സംഘടിപ്പിച്ച ഈ മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാസങ്ങൾക്ക് മുൻപേ സഖാവ് ശ്രീരാം റെഡ്ഡി ക്ഷണിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോഴാണ് അതിന് ഒത്തുവന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച് ആ വിവരം പുറത്തു വന്നപ്പോൾ സംഘപരിവാറുകാരുടെ അസഹിഷ്ണുത പുറത്തു വന്നു. RSSൻ്റെയും BJPയുടെയും നേതാക്കൾ ഇവിടെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ചിലർ വീരവാദം മുഴക്കി കേരളത്തിന് പുറത്ത് എവിടെയും കാലുകുത്താൻ സമ്മതിക്കില്ല എന്നും ചിലർ വീരവാദം മുഴക്കി. ഇക്കാര്യത്തിൽ ആദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലക്ക് RSS ഉയർത്തിയ ഭീഷണിയെ നേരിടുന്നതിൽ കർണാടക സർക്കാർ കാണിച്ച ജാഗ്രതയോടെയുള്ള സമീപനം അത് അഭിനന്ദനാർഹമായ കാര്യമാണ്. അതിനെ മുഖ്യമന്ത്രിയെയും കർണാടക ഗവൺമെൻറ്റിനെയും ഞാൻ ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കുന്നു. RSSനെ ഈ വഴിയിലൂടെയേ നേരിടാനാവൂ. ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നേരിടാനാവൂ. ഇത് ഒരു പാഠമായി നാം എല്ലാവരും സ്വീകരിക്കേണ്ട ഒന്നാണ്. RSSകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ യാത്രയിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാൻ ബാധ്യപ്പെട്ട പോലീസുകാരുണ്ട്. അവരുടെ കയ്യിലുള്ള വിവിധ ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങളുടെ നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ ഒരു ഭരണ സമ്പ്രദായത്തിൻ്റെ രീതിയാണ്. പക്ഷേ എനിക്ക് RSSകാരോടും എന്നെ വെല്ലുവിളിച്ചവരോടും പറയാനുള്ളത്, പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണ് ഇരുന്നയാളല്ല. നിങ്ങളെ നേരിട്ടറിയാത്തയാളുമല്ല. ആരെ? RSSനെ. അതും നിങ്ങളെ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും തന്നെയാണ് എൻ്റെ ഇതേവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ പോലീസിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് പറയുമ്പോൾ, ഒരു കാലം ബ്രണ്ണൻ കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം, ആ കാലം ഈ പറയുന്ന RSSകാർക്ക് അറിയില്ലെങ്കിൽ പഴയ RSSകാരോട് ചോദിക്കണം. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് ഇപ്പോ എന്ത് ചെയ്തു കളയുന്നാണ്? മധ്യപ്രദേശിലെ എൻ്റെ യാത്ര തടഞ്ഞതിനെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലക്ക് ഒരു സംസ്ഥാനത്ത് ഞാൻ ചെല്ലുമ്പോൾ ആ സംസ്ഥാനത്തിലെ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക എന്നത് ഒരു മര്യാദയാണ്. അതൊരു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട മര്യാദയാണ്. ആ ഗവൺമെന്റ് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന്. ഞാനതനുസരിച്ചു. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ
ചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. എന്തിനു വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു? അതുകൊണ്ട് നമ്മുടെ നാട് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇവിടുത്തെ ഉൽപ്പതിഷ്ണുക്കളായ എല്ലാവരും ഒരാൾക്ക് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റില്ല എന്ന ധാർഷ്ട്യം നിറഞ്ഞ സമീപനത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ ഉൽപ്പതിഷ്ണുക്കളായ എല്ലാവരോടും, പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഇവിടുത്തെ മാധ്യമലോകം ആകെ ഈ RSS നിലപാടിനെതിരെ അണിനിരന്ന കാര്യത്തിലും എല്ലാമുള്ള നന്ദി ഞാൻ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. ಕಾಮ್ರೇಡ್ಸ್, 3-4 ತಿಂಗಳ ಹಿಂದೆ GV ಶ್ರೀರಾಮ್ ರೆಡ್ಡಿ ಅವರು ನನಗೆ ಮಾತನಾಡಿ ಮ್ಯಾಂಗ್ಳೂರಲ್ಲಿ ಈ ಸೌಹಾರ್ದ ರ್ಯಾಲಿಗೆ ಬರಬೇಕು ಅಂತ ಹೇಳಿದಾಗ ಸಮಯ ಸಿಗದೆ ಇವತ್ತು ಮಾತ್ರ ಸಿಕ್ಕಿದೆ. ಆದರೆ ಪಿಣರಾಯಿ ವಿಜಯನ್ ಇಲ್ಲಿ ಕಾಲಿಡಲಿಕ್ಕೆ ಬಿಡಲ್ಲ ಅಂತ ಹೇಳುವಂಥ ಘೋಷಣೆ ಹಾಕೊಂಡು ಕೆಲವರು ಮುಂದೆ ಬಂದದ್ದು, RSSನವರು ಮುಂದೆ ಬಂದದ್ದು ನಿಮಗೆ ಗೊತ್ತಿದೆ. ಆದರೂ ಕಾರ್ಯಕ್ರಮ ನಡೆದಿದೆ. ನಾನು ಬರುವಾಗ ನಮ್ಮ ಕರ್ನಾಟಕ ರಾಜ್ಯ ಸರ್ಕಾರದ ಎಲ್ಲ ರೀತಿಯ ಅಂದರೆ ಭಾಳ ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ನಿರ್ಣಯಗಳನ್ನು ತೆಗೆದುಕೊಂಡು ಅವರು ಪೂರ್ಣ ಸಂರಕ್ಷಣೆ ನನಗೆ ಕೊಟ್ಟಿದೆ. ಅವರ ಕೈಯಲ್ಲಿರುವಂಥ ಆಯುಧಗಳ ನಡುವೆನೇ ನಾನು ನಡೆದು ಬಂದಿದೆ ಅಂತ ಹೇಳಿ ತಿಳಿಯೋದು ಹೌದು. ಇವತ್ತು ಹಾಗೇನೇ ನಾನು ಮುಖ್ಯಮಂತ್ರಿ ಆದ ಕಾರಣದಿಂದ മംഗളൂരുവിൽ CPIM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. ശേഷം വർഗീയ വിദ്വേഷം വളർത്താനാണ് RSS ശ്രമിച്ചത് എല്ലാ കാലത്തും. കൂടാതെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതനുസരിച്ചാണ് നീങ്ങുന്നതെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിലൂടെ പറയുകയുണ്ടായി. മംഗളൂരുവിൽ CPIM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. RSSന്റെ ഭീഷണിയെ അവഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. വർഗീയ വിദ്വേഷം വളർത്താനാണ് RSSന്റെ ശ്രമമെന്നും എക്കാലത്തും RSS അതിനുവേണ്ടിയാണ് ശ്രമിച്ചിരിക്കുന്നതെന്ന് പിണറായി പറഞ്ഞു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ RSSന്റെ നീക്കത്തിന് കൂട്ടുനിൽക്കുന്നുവെന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്ഥാപിച്ചതാണെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത സംഘടനയാണ് RSS എന്നും പിണറായി കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച ചരിത്രമാണ് RSSന്റേത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ തുടരണമെന്ന നിലപാടാണ് അവർ അന്ന് സ്വീകരിച്ചിരുന്നതെന്നും പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. കൂടാതെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ആഭ്യന്തര ശത്രുക്കളാണെന്ന നയമാണ് RSS പുലർത്തി വരുന്നത്. ആയിരക്കണക്കിന് ആളുകളെ കൊന്നുതള്ളിയ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് RSS ആണെന്നും അതിനവർക്ക് പ്രത്യേകമായ പരിശീലന രീതികളുണ്ടെന്നും പിണറായി പ്രസംഗത്തിലൂടെ പറഞ്ഞു. RSSന് മതനിരപേക്ഷതയ്ക്കെതിരാണെന്നും രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്ന് സ്വീകരിച്ചതിനെയും RSS എതിർത്തിരുന്നുവെന്നും പിണറായി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മംഗളൂരുവിൽ നിന്ന് PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്? വിശദാംശങ്ങൾ. ധന്യ, CPIM ദക്ഷിണ കന്നഡ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മംഗലാപുരത്ത് ഇത്തരമൊരു മതസൗഹാർദ്ദ റാലി സംഘടിപ്പിക്കുകയും ആ റാലിയിലേക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ഘാടകനായി വിളിക്കുകയും ചെയ്ത സംഘപരിവാർ സംഘടനകളിൽ നിന്നും BJP RSS നേതൃത്വത്തിൽ നിന്നും കേരളത്തിലെയും അതുപോലെ തന്നെ കർണാടകയിലെയും BJPയുടെയും RSS നേതാക്കൾ വലിയ വെല്ലുവിളിയാണ് മുഖ്യമന്ത്രി പിണറായിക്കെതിരെ ഉയർത്തിയത്. അതിനുള്ള അതിശക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മംഗലാപുരത്ത് നടന്ന ഈ ഉദ്ഘാടന ചടങ്ങിൽ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വാക്കുകൾ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ നടന്ന ഈ വെല്ലുവിളിയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ മഹാറാലി നടന്നത്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംരക്ഷണങ്ങളും വളരെ ശക്തമായ നിലപാടാണ് കർണാടക സർക്കാർ സ്വീകരിച്ചത്. ആ കർണാടക സർക്കാരിനും മുഖ്യമന്ത്രിക്കും താൻ കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി മറുപടി പറയാൻ വേണ്ടി ആരംഭിച്ചത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രി എന്ന നിലയിൽ യാത്രയിൽ ചില സംരക്ഷണങ്ങൾ തനിക്ക് ലഭിക്കും. പോലീസ് സംരക്ഷണം ഉണ്ടാകും, പോലീസുകാരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാകും.
അതൊക്കെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമാണ്. എന്നാൽ പിണറായി വിജയൻ എന്ന താൻ ഒരു ദിവസം ആകാശത്ത് നിന്നും പൊട്ടിമുളച്ച് കേരളത്തിലേക്ക് വന്നതല്ല, ആകാശത്ത് നിന്നും പൊട്ടിമുളച്ചു കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആയതല്ല. ഇതിനു മുമ്പും താൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. RSSനെ അറിയാത്തതല്ല, RSSനെ തന്നെ. ലൈവിനിൽ തുടരുക. നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചെത്താം. PV കുട്ടനിലേക്ക് തന്നെ പോകുന്നു. കുട്ടൻ, ഏത് രീതിയിലായിരുന്നു പിണറായിയുടെ മറുപടി? മംഗളൂരിലെ ജനങ്ങൾ, CPM-ന്റെ അണികൾ ഏത് രീതിയിലാണ് അവർ സ്വീകരിച്ചത്? ധന്യ, വളരെ ശക്തമായ മറുപടിയാണ് സംഘപരിവാർ ശക്തികൾക്കും RSSനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ തുടർന്ന് വന്നതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് താൻ ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രിയായി ആകാശത്ത് നിന്നും പൊട്ടിമുളച്ച് വീണതല്ല, താൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. RSSനെ തനിക്കറിയാം, തന്നെ RSSനും അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രണ്ണൻ കോളേജിലെ പഠനകാലത്ത് ആ പഴയ പഠനകാലത്തെ കുറിച്ച് RSS നേതാക്കൾ മനസ്സിലാക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ പഴയകാലത്തെ നേതാക്കളോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും എന്താണ് അന്നത്തെ പിണറായി വിജയൻ എന്ന്. അന്ന് ഊരിപ്പിടിച്ച കത്തിയുടെയും വടിവാളിന്റെയും മുന്നിലൂടെ കടന്നു പോയവരാണ് താൻ. അന്ന് ചെയ്യാൻ പറ്റാത്ത RSSകാർ ഇന്ന് തന്നെ എന്ത് ചെയ്യുമെന്നും പിണറായി പരിഹസിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് മധ്യപ്രദേശിൽ നടന്ന ചടങ്ങിനകത്ത്, മധ്യപ്രദേശിൽ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി പോയപ്പോൾ അവിടെ ഒരു മലയാളി അസോസിയേഷന്റെ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ അവിടുത്തെ സർക്കാർ പറയുന്നത് കേൾക്കാനുള്ള ബാധ്യതയുണ്ട്. അത്തരം ഒരു ബാധ്യത കൊണ്ടാണ് ആ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് അവിടുത്തെ സർക്കാർ പറഞ്ഞപ്പോൾ താൻ അതിൽ നിന്നും പിന്മാറിയത്. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ താൻ ആ പരിപാടിയിൽ പങ്കെടുക്കുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ധന്യ. കുട്ടൻ, മറ്റൊരു കാര്യം, മറ്റേതൊക്കെ നേതാക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്? ഇന്നലെ വലിയ രീതിയിൽ RSS ഇതിനെതിരെ പങ്കെടുപ്പിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ പെരുമാറുകയും പക്ഷേ അതിനെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് പിണറായി എത്തുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. കൂടെ ആരൊക്കെയായിരുന്നു പരിപാടിയിൽ ഉണ്ടായിരുന്നത്? ഈ പരിപാടിക്ക്, അതായത് CPIM-ന്റെ ദക്ഷിണ കന്നഡ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ 10:30 മണിയോടുകൂടിയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മംഗലാപുരത്തേക്ക് എത്തിയത്. അദ്ദേഹത്തിന് രാവിലെ 10:30 മണിക്ക് തന്നെ മലബാർ എക്സ്പ്രസിലെത്തിയ അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി മംഗലാപുരത്തെ നിരവധി CPM പ്രവർത്തകരും സംസ്ഥാന സെക്രട്ടറി ശ്രീറാം റെഡ്ഡി, സംസ്ഥാന നേതാവായ BJK നായർ ഉൾപ്പെടെയുള്ളവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. അവർ അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി ഇവിടെയുള്ള ഒരു കന്നഡ പത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്തു. അതിനുശേഷം 4 മണിയോടുകൂടിയാണ്, ഏതാണ്ട് 3:30 മണിക്ക് ശേഷമാണ് അദ്ദേഹം ഈ പൊതുസമ്മേളനം നടക്കുന്ന, അതായത് ഈ മതസൗഹാർദ്ദ റാലി നടക്കുന്ന ഈ നെഹ്റു മൈതാനത്തേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ കൂടെ കർണാടകയിലെ പ്രധാനപ്പെട്ട CPM നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. ശ്രീറാം റെഡ്ഡി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച BJK നായർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ കേരളത്തിൽ നിന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ MP, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീശൻ ഉൾപ്പെടെയുള്ള ചുരുക്കം ചില നേതാക്കളും പിണറായിക്കൊപ്പം ഉണ്ടായിരുന്നു. ഏതായാലും വളരെ ആവേശകരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് പിണറായിയുടെ പ്രസംഗം അവസാനിച്ചിരിക്കുന്നത്. ധന്യ. RSSന്റെ വർഗീയതയെക്കുറിച്ചും പിണറായി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പൂർവ്വകാല ചരിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്വാതന്ത്ര്യ സമരത്തിന്റെ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതെന്തൊക്കെയായിരുന്നു? ധന്യ, RSS ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ അതുപോലെ തന്നെ കർണാടകയുടെ പല ഭാഗങ്ങളിലും നടത്തുന്ന വർഗീയ ആക്രമണങ്ങൾക്കും അതുപോലെ തന്നെ ഈ ജാതി മത വേർതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വർഗീയ കലാപങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനൊക്കെ എതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയും ജനങ്ങളെ അണിനിരത്തുന്നതിനും വേണ്ടിയാണ് CPIM ഇത്തരത്തിലൊരു വലിയ മഹാറാലി ഇവിടെ സംഘടിപ്പിച്ചത്. ആ റാലിയുടെ ഉദ്ഘാടകൻ എന്ന നിലയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ച അത്രയും നേരം പ്രസംഗിച്ചത് മുഴുവൻ RSSന്റെ ചരിത്രവും RSSന്റെ ഇരട്ടത്താവും RSSന്റെ ക്രൂരതയും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് മുഖ്യമന്ത്രി പിണറായി നടത്തിയത്. RSS രൂപീകരണ കാലം മുതൽ തന്നെ അവരുടെ സ്വഭാവം വെളിപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യ സമര കാലത്ത് അക്കാലത്ത് രൂപീകൃതമായ മുഴുവൻ സംഘടനകളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അതിശക്തമായ പോരാട്ടങ്ങളും നടത്തിയ ഘട്ടത്തിൽ RSSും അതിന്റെ നേതാക്കളും അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ തുടരട്ടെ എന്ന നിലപാടായിരുന്നു അന്നത്തെ RSS നേതാക്കൾ സ്വീകരിച്ചതെന്നാണ്
പിണറായി പറഞ്ഞത് സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച പാരമ്പര്യമാണ് RSSനുള്ളത്. നമ്മുടെ രാജ്യത്തെ ഒന്നായി കാണാൻ RSS തയ്യാറാവുന്നില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് RSS നടത്തുന്നത്. അതുപോലെ തന്നെ നിരവധിയായ വർഗീയ കലാപങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നിരവധിയായ വർഗീയ കലാപങ്ങൾ RSS നടത്തുന്നുണ്ട്. RSS രാജ്യത്തിന്റെ ഐക്യത്തിനെതിരാണെന്ന് പിണറായി പറഞ്ഞു. അതുപോലെ തന്നെ ഗാന്ധിവധത്തിന് പിന്നിൽ RSS ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അന്ന് നിരോധിച്ചതിന് ശേഷവും ദേശ വിരുദ്ധ നിലപാടുകളായിരുന്നു RSS സ്വീകരിച്ചതുൾപ്പെടെയുള്ള മറ്റ് വിശദാംശങ്ങളിലേക്ക് തിരിച്ചെത്താം. വാർത്തയിലേക്ക്. മംഗളൂരുവിൽ CPIM നടത്തിയ മതസൗഹാർദ്ദ റാലിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി. വിശദാംശങ്ങളുമായി സണ്ണി ചേരുന്നു. സണ്ണി, സംഘപരിവാർ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മംഗളൂരുവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. അതേപോലെ തന്നെ സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹം തന്നെയാണ് മംഗളൂരുവിൽ ഒരുക്കിയിരുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങളോ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി വിവരങ്ങളുണ്ടോ? യാതൊരു പ്രശ്നങ്ങളുമില്ലാതെയാണ് CPIM കർണാടകയിലെ മംഗളൂരുവിൽ സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലി ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യം തന്നെയായിരുന്നു ഈ റാലിയിലെ ഏറ്റവും പ്രത്യേകത. അദ്ദേഹം വളരെ വിശദമായി തന്നെ പ്രധാനമായും അദ്ദേഹം RSSന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർ മതമൈത്രിക്കെതിരായി ഉയർത്തുന്ന വെല്ലുവിളികളെ സംബന്ധിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ റാലിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് ചൂണ്ടിക്കാട്ടിയത്. RSS രാജ്യത്തിന്റെ നിരപേക്ഷതയ്ക്ക് ഭീഷണിയാണെന്നും അവർ ഹിന്ദുക്കൾക്ക് തന്നെ അപകടകാരികളായി മാറിയിരിക്കുകയാണെന്നും പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ റാലി പരാജയപ്പെടുത്താൻ വേണ്ടി BJP ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ആ ഹർത്താലിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സൗത്ത് കാനറയിലെയും ദക്ഷിണ കാനറയിലെയും ഉടുപ്പി ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് CPIM പ്രവർത്തകരും പാർട്ടി സജീവ പ്രവർത്തകരല്ലാത്ത ഒരുപാട് ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾ വിശ്വസിക്കുന്നവരും സാഹിത്യകാരന്മാരും കലാകാരന്മാരുമെല്ലാം ഈ റാലിയിൽ അണിനിരക്കുകയും പ്രസംഗം കേൾക്കാൻ വരികയും ചെയ്തു എന്നതാണ് ഈ റാലിയുടെ സവിശേഷത. മറ്റൊരു കാര്യം, BJPയും സംഘപരിവാർ സംഘടനകളും ആഹ്വാനം ചെയ്ത ഹർത്താൽ അടക്കമുള്ള പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ റാലി നടത്തിയിരിക്കുന്നത്. വലിയൊരു ജനപങ്കാളിത്തം കൊണ്ട് തന്നെ റാലി വിജയിച്ചു എന്ന് പറയാൻ പാടില്ലേ? തീർച്ചയായും ധന്യ. CPIM ലക്ഷ്യമിട്ടിരുന്നത് 25,000-ഓളം പാർട്ടി പ്രവർത്തകരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുക എന്നതായിരുന്നു. പക്ഷേ ഹർത്താൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആ പ്രതീക്ഷിച്ചത്ര ആളുകളെ അണിനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും 10,000-ലേറെ ആളുകൾ ഈ റാലിയിൽ അണിനിരുന്നു. CPIMനെ സംബന്ധിച്ച് ദക്ഷിണ കാനറ ജില്ല ഉടുപ്പി മേഖല സംഘപരിവാറിന്റെ ശക്തി കേന്ദ്രമാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതികൂല കാലാവസ്ഥകളെയും അതിജീവിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകളെ ഈ റാലിയിൽ അണിനിരത്തുവാൻ CPIMന് സാധിച്ചത്. CPIM ദക്ഷിണ കാനറ ജില്ലയിലും ഉടുപ്പി ജില്ലകളിലും ശക്തിപ്പെട്ടു വരുന്നു. CPIMന്റെ മുദ്രാവാക്യങ്ങൾക്ക് ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചു എന്നതിന് തെളിവാണ് ഈ റാലിയുടെ വൻ വിജയം. എല്ലാ പ്രതിസന്ധികളെയും വാഹനങ്ങൾ നിഷേധിക്കുക, ഇന്ന് റാലിയിലേക്ക് വന്ന പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ തടയുകയും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായതായും ആരോപണമുയർന്നിരുന്നു. എന്നിട്ടും ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം നടന്നുപോലും ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി ജോലി സർക്കിളിലേക്ക് എത്തി. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു റാലി സഞ്ചരിച്ചത്. ഈ മേഖലയിലെല്ലാം ആയിരക്കണക്കിന് ആളുകൾ റാലി വീക്ഷിക്കാൻ വേണ്ടി CPIMകാരല്ലാത്ത പൊതുസമൂഹം റാലി വീക്ഷിക്കാൻ വേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് മംഗളൂരുവിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വലിയൊരു ശ്രദ്ധാകേന്ദ്രവും കൂടിയായി ഈ റാലി മാറി. സംഘപരിവാറിന്റെ വലിയ ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണ് മംഗളൂരു. സംഘപരിവാർ പ്രവർത്തകരെ പോലും ആക്രമിക്കുന്ന രീതിയിലുള്ള ക്രിമിനൽ വൽക്കരണം നടന്നിട്ടുള്ള ഒരു മേഖലയാണ് ദക്ഷിണ കാനറ ജില്ല. ഇവിടെയാണ് ജനങ്ങൾ സ്വൈര്യജീവിതം ആഗ്രഹിക്കുന്ന ഈ പ്രദേശത്ത് മതസൗഹാർദ്ദ റാലിയുമായി വന്ന CPIMനെ സ്വീകരിക്കാൻ പൊതുസമൂഹം മുന്നോട്ട് വന്നു എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധേയമായി ചൂണ്ടിക്കാട്ടേണ്ടത്. കടകൾ കമ്പോളങ്ങൾ അടഞ്ഞുകിടന്നുവെങ്കിലും സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിവെച്ചുവെങ്കിലും സാധാരണ ജീവിതത്തെ ഹർത്താൽ ബാധിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മംഗളൂരിന്റെ സാധാരണ ജീവിതം തടസ്സപ്പെടുത്താൻ BJPക്ക് സാധിച്ചില്ല. കാരണം അതിനെയൊക്കെ അതിജീവിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഈ മതസൗഹാർദ്ദ റാലിക്ക് ലഭിച്ചത്.
സംഘപരിവാർ ഉയർത്തിയ എല്ലാ വെല്ലുവിളികളെയും തോൽപ്പിച്ചുകൊണ്ടാണ് തോൽപ്പിച്ചുകൊണ്ടാണ് സണ്ണി തിരിച്ചെത്താം. മംഗളൂരുവിൽ CPM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. വാർത്തയിലേക്ക് തിരിച്ചെത്താം. മംഗളൂരുവിൽ CPIM സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് RSSന്റെ എതിർപ്പുകൾ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മംഗളൂരുവിൽ നിരോധനാജ്ഞയായിരുന്നു. ഇന്നലെ പല RSS നേതാക്കളും BJP നേതാക്കളും പിണറായി മംഗളൂരുവിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇന്ന് മതസൗഹാർദ്ദ റാലിയിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി സംസാരിച്ചു. വർഗീയ വിദ്വേഷം വളർത്താനാണ് RSS എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. രാജ്യത്തെ ഒന്നായി കാണാതെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും വർഗീയത വളർത്തുകയുമാണ് RSS ചെയ്യുന്നതെന്നും പിണറായി വിജയൻ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ സണ്ണി ചേരുന്നു. സണ്ണി, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പിണറായി സംഘപരിവാർ അജണ്ടയെക്കുറിച്ച് ഇല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ധന്യ, സംഘപരിവാറിന്റെ RSSന്റെ ഉത്ഭവകാലം മുതലുള്ള അതിന്റെ ജനവിരുദ്ധ സമീപനം, ഹിന്ദുവിരുദ്ധ സമീപനം എന്നതിനെ സംബന്ധിച്ച് പ്രധാനമായും അദ്ദേഹം സംസാരിച്ചത്. RSS മുൻകാലങ്ങളിൽ രാജ്യത്തിന്റെ മൈത്രി, അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഉയർത്തിയ വെല്ലുവിളികൾ, അതിന്റെ ചരിത്രമാണ്, വർഗീയ കലാപങ്ങൾ, ഇതൊക്കെ തന്നെയാണ് പിണറായി പ്രധാനമായി സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ സംസാരത്തിനോട് ഉടനീളം രാജ്യത്ത് മതമൈത്രി തകർക്കാൻ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളികൾ അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പിന്നീട് പ്രസംഗത്തിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, തന്നെ ഇവിടെ കാലുകുത്താൻ, അത് മംഗളൂരിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നുള്ള കേരളത്തിലെയും കർണാടകയിലെയും BJP നേതാക്കളുടെ ഭീഷണിയെ നല്ല നിലയിലുള്ള മറുപടിയാണ് പിണറായി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ മധ്യപ്രദേശിൽ ചെന്നപ്പോൾ അവിടുത്തെ സർക്കാർ തന്നെ തടഞ്ഞതുകൊണ്ടാണ്. അതല്ലായിരുന്നു, മുഖ്യമന്ത്രിയല്ലാത്ത പിണറായി വിജയനായിരുന്നു മധ്യപ്രദേശിൽ മഹിള അസോസിയേഷന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതെങ്കിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് തന്നെ തിരിച്ചു വരുമായിരുന്നു. അത് ദൗർബല്യമായി കാണേണ്ട, താൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ ഉള്ള ബഹുമാനം മധ്യപ്രദേശ് സർക്കാരിനോട് കാണിച്ചതുകൊണ്ടാണ് അത്തരമൊരു അഭ്യർത്ഥന താൻ കേൾക്കാനിടയായതെന്നും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനായിരുന്നെങ്കിൽ ഇന്ദ്രനും ചന്ദ്രനും പറഞ്ഞാലും താൻ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കില്ലായിരുന്നു എന്ന നിലയിൽ വളരെ വ്യക്തമായ നിലപാടാണ് പിണറായി അവിടെ വ്യക്തമാക്കിയത്. ശക്തമായ താക്കീത് സംഘപരിവാറിന് നൽകിക്കൊണ്ടാണ് പിണറായി വിജയൻ പ്രസംഗം അവസാനിപ്പിച്ചത്. തനിക്കും ഇങ്ങനെയൊരു വേദി ഒരുക്കിയ കർണാടകയിലെ പാർട്ടിക്കും അതുപോലെ എല്ലാവിധ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിയ കർണാടക സർക്കാരിനും പോലീസ് സേനയ്ക്കും പിണറായി നന്ദി പറഞ്ഞു. ഇത് മതേതരത്വം ശക്തിപ്പെടുത്തുന്നതിനുള്ള റാലിയാക്കി മാറ്റാൻ CPMന് സാധിച്ചുവെന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. ധന്യ, കർണാടക സർക്കാരിനെ കുറിച്ചും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. കാരണം ഇത്രയും വലിയ പ്രതിഷേധത്തിന് നടുവിൽ നിന്നുകൊണ്ടും സർക്കാർ സഹായിച്ചു, കൂടെ നിന്നു എന്നുള്ള രീതിയിലും പിണറായി പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ധന്യ, കർണാടക സർക്കാർ ഈ റാലിയെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള, ഈ റാലിയെ സംരക്ഷണത്തിന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതിൽ പ്രത്യേകം പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പറഞ്ഞു, തനിക്ക് നൽകിയിട്ടുള്ള പ്രത്യേക സംരക്ഷണത്തിനും ഇങ്ങനെയൊരു നിലപാടാണ് ഒരു സർക്കാർ സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ അഭിനന്ദനീയമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. സംഘപരിവാറിൻ്റെ വെല്ലുവിളിയെ ശക്തമായി നേരിടുവാനും ഈ റാലിയെ സംരക്ഷിക്കുവാനുമുള്ള ഒരു വിവേചനവും ആർജവും കർണാടക സർക്കാർ പ്രകടിപ്പിച്ചു. അതിന് പ്രത്യേകമായി നന്ദിയുണ്ട്. ഈ സമീപനമാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്. മതനിരപേക്ഷത നിലനിർത്താൻ ആവശ്യമായ നിലപാടുകളാണ് ഭരണകൂടങ്ങളും പ്രത്യേകിച്ച് അദ്ദേഹം മാധ്യമങ്ങളെയും അഭിനന്ദിക്കുകയുണ്ടായി. സംഘപരിവാർ ഉയർത്തിയ വെല്ലുവിളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ കർണാടകയിലെയും കേരളത്തിലെയും മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾ മുന്നോട്ട് വന്നു എന്ന കാര്യവും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ധന്യ, നേരത്തെ ഇന്നലെ അടക്കമുള്ള ദിവസങ്ങളിൽ ചില BJP പ്രവർത്തകർ ഇല്ലെങ്കിൽ നേതാക്കൾ പിണറായി മംഗളൂരുവിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെതിരെയും പങ്കെടുപ്പിക്കില്ല എന്നുള്ള രീതിയിലും സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് പിണറായി പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായോ? മറുപടി നൽകിയിരുന്നോ? ഇന്നലെ കേരളത്തിലെ നേതാക്കൾ വ്യക്തിപരമായി അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ല. പക്ഷേ കേരളത്തിൽ CPMനെതിരെ ഒരുപാട് കൊലപാതകം നടത്തിയത് BJP ആണ്.
പ്രത്യേകിച്ച് 205 CPM പ്രവർത്തകരെ കൊലപ്പെടുത്തിയത് RSSകാരാണ്. 600-ലേറെ CPIM പ്രവർത്തകർ രാഷ്ട്രീയ എതിരാളികളാൽ കൊല്ലപ്പെടുകയുണ്ടായി. അങ്ങനെയൊന്നും അത്തരം ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ചാണ് CPIM കേരളത്തിലെ ഒന്നാം നിര പാർട്ടിയായി ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നത്. ഈ യാഥാർത്ഥ്യം BJPയും RSSും മനസ്സിലാക്കണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. കെ സുരേന്ദ്രൻ ഇന്നലെ CPMനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾക്കൊന്നും നേരിട്ട് പിണറായി മറുപടി പറഞ്ഞില്ല. പക്ഷേ തന്നെ ഇന്ത്യയിൽ എവിടെയും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നിലയിൽ ചില നേതാക്കൾ നടത്തിയ പരാമർശത്തെ അതിന് വ്യക്തമായ മറുപടി പിണറായി നൽകുകയുണ്ടായി. അത്തരം ഭീഷണികളൊന്നും തനിക്ക് വിലപ്പോകില്ലെന്ന് താൻ മുഖവിലക്കെടുക്കുന്നില്ല എന്നും ഇപ്പോൾ തന്നെ കർണാടകയിൽ വന്ന് അത്തരം ഭീഷണികളെ അതിജീവിച്ചാണ് മതസൗഹാർദ്ദ റാലി പോലുള്ള ഒരു പൊതുപരിപാടിയിൽ തനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതെന്നുള്ള കാര്യം പിണറായി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കർണാടക സർക്കാരിനെ പോലെ തന്നെ RSS അജണ്ടയ്ക്കെതിരെ നിന്ന മാധ്യമങ്ങൾക്കും പിണറായി നന്ദി പറയുകയുണ്ടായി. അതിനെക്കുറിച്ചുകൂടി അദ്ദേഹം ഇന്ന് പ്രത്യേകിച്ച് ഇവിടെയൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഓഫീസ് നിർമ്മാണ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. ഉച്ചയ്ക്ക് മുമ്പുള്ള പരിപാടി അതായിരുന്നു. വാർത്താഭാരതി എന്ന പത്രത്തിൻ്റെ ഓഫീസ് കോംപ്ലക്സ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്തത്തിന് വളരെയധികം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പ്രത്യേകിച്ച് മതനിരപേക്ഷതയ്ക്കെതിരെ ചില മാധ്യമങ്ങൾ മതനിരപേക്ഷതയുടെ പക്ഷത്താണെന്ന് പറയുകയും എന്നാൽ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ശൈലിയാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മതനിരപേക്ഷതയ്ക്കും സാധാരണ ജനങ്ങളുടെ നന്മയുടെയും പക്ഷത്താണ് മാധ്യമങ്ങൾ നിലനിൽക്കേണ്ടതെന്നും ഇപ്പോൾ കർണാടകയിൽ ഉണ്ടായിട്ടുള്ള ഒരു ശരി സണ്ണി, ബംഗളൂരുവിൽ CPIM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മതസൗഹാർദ്ദ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. വിശദാംശങ്ങളാണ് PV കുട്ടനും സണ്ണി ജോസഫും നൽകിയത്.